എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ 2025 എന്ന വർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 2024 നമുക്ക് ചിലപ്പോൾ നല്ല വർഷമായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് അത് മോശം വർഷമായിരിക്കും. പക്ഷെ നമുക്ക് ഒരു പ്രതീക്ഷയോടെ മുന്നേറും. പ്രതീക്ഷകളാണ് നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ 2025 നമുക്ക് പ്രതീക്ഷയ്ക്ക് വകവയ്ക്കാനായിട്ട് 3 സ്മോൾ ക്യാപ്പ് സോളാർ ഓഹരികളെ കുറിച്ച് നമുക്കൊരു വിശകലനം നടത്തി നോക്കാം. ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നും അല്ല, പക്ഷെ അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിന് കാണുക. സാമ്പത്തിക വളർച്ച മുന്നോക്കം നിൽക്കുന്ന സമ്പദ്ഘടന എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഊർജ ആവശ്യകത അനുദിനം ഓരോ ദിവസം ചെല്ലുന്തോറും ഊർജത്തിന്റെ കാര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നേരിടുന്നതിനായും സുസ്ഥിര വികസനത്തിനായും ഊർജ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണവും ഒരു അനിവാര്യ ഘടകം തന്നെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സോളാർ എനർജി മേഖലയ്ക്ക് ഭരണതലത്തിൽ അതായത് കേന്ദ്ര സർക്കാർ ഇതിന് മികച്ച ഒരു പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ മികച്ച വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ 3 സ്മോൾ ക്യാപ്പ് ഓഹരികൾ, അതിൻ്റെ 2025 ഒരു സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ നോക്കാം. ആഗോളതലത്തിൽ തന്നെ അതിവേഗം വളരുന്ന സമ്പദ്ഘടനയിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. വൈദ്യുതി ഉപയോഗവും ആവശ്യകതയും നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വർദ്ധിക്കുന്ന ആവശ്യകത നേരിടുന്നതിനായി പരമ്പരാഗത ഊർജ സ്രോതസ്സുകളെ തന്നെ ആശ്രയിക്കുന്നത് തുടർന്നാൽ ഊർജ സ്വയം പര്യാപ്തതയ്ക്കൊപ്പം ഭാവി തലമുറക്ക് പാരിസ്ഥിതികമായും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിന് സർക്കാർ ഒരു മുന്തിയ പരിഗണന തന്നെ നൽകുന്നത്. ഉൽപാദന ബന്ധിത ആനുകൂല്യങ്ങളും ഭരണനയങ്ങളിലെ ഇളവുകളും മുഖേന പുനരുപയോഗ ഊർജ മേഖലയുടെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്ക് മികച്ച നിലയിലുള്ള പ്രോത്സാഹനമാണ് ഈ ഭരണകൂടം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭരണതലത്തിലുള്ള ഒരു പിന്തുണ കിട്ടുന്നുണ്ട് ഈ കമ്പനികൾക്ക്. അതുകൂടാതെ ഭാവിയിൽ ബിസിനസ് സാധ്യത ആയിട്ട് പരിഗണിക്കുമ്പോൾ ഏതൊരു നിക്ഷേപകനും അവർക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ പുനരുപയോഗ ഊർജ മേഖലയിൽ നിന്നുള്ള ഓഹരികൾ നമുക്കൊന്ന് നോക്കി പരിശോധിച്ച് പോകാം. നമ്മുടെ ആദ്യത്തേത് നമ്മൾ നോക്കാൻ പോകുന്നത് വാരി റിന്യൂവബിൾ ടെക്നോളജിയാണ്. അതായത് പുനരുപയോഗ ഊർജ സ്രോതസ്സിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിലും ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി സേവനങ്ങളിലും ശ്രദ്ധയൂന്നിയിരിക്കുന്ന പ്രമുഖ കമ്പനിയാണ് വാരി റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡ്. അത് BSE കോഡ് 534618. 1996 കമ്പനിയുടെ തുടക്കം. സോളാർ പാനൽ നിർമ്മാണത്തിൽ രാജ്യത്ത് മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ഈ കമ്പനി. കൂടാതെ ന്യൂ എനർജി സെക്ടറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് കമ്പനിയുമാണ് ഈ കമ്പനി. ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന വാരി റിന്യൂവബിൾ ടെക്നോളജീസിന്റെ സോളാർ പാനൽ നിർമ്മാണ യൂണിറ്റിന്റെ ഉൽപാദന ശേഷി 12 ജിഗാവാട്ടാണ്. ഉൽപാദന കണക്കിൽ ഇത് രാജ്യത്തെ 1ാം സ്ഥാനത്താണ്. ഈ സാമ്പത്തിക വർഷത്തോടെ കമ്പനിയുടെ സോളാർ പാനൽ നിർമ്മാണ ശേഷിയിൽ ഏകദേശം 6 ജിഗാവാട്ട് കൂടി വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. EPC സേവനങ്ങളിൽ നിന്നാണ് കമ്പനിയുടെ മൊത്തം വരുമാനത്തിൽ 90% സംഭാവന ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി വാരി റിന്യൂവബിൾ ടെക്നോളജിൻ്റെ വരുമാനത്തിൽ ഏകദേശം നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതായത് 285% ഒക്കെ വളർച്ച ചില വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ലാസ്റ്റ് നമുക്ക് 2024 സെപ്റ്റംബർ പാദം എടുത്തു നോക്കിയാൽ അവിടെ വരുമാനം 520 കോടി രൂപയാണ്. ഈ 520 കോടി വരുമാനം എന്ന് പറയുന്നത് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പാദബലങ്ങൾ എടുത്തു നോക്കിയാൽ അതിലെ ഒരു ബലമാണ്. ഇതിന്റെ നിലവിലെ വിപണി മൂല്യം എന്ന് വെച്ചാൽ 14,700 കോടി രൂപയാണ് വിപണി മൂല്യം. അടുത്തത് നോക്കിയാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് ആണ്. അത് സോളാർ പാനൽ മേഖലയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ്
അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അഥവാ EPC സേവനങ്ങളും കൺസൾട്ടൻസി സേവനങ്ങളും നൽകുന്ന പ്രമുഖ കമ്പനിയാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. GNSOL ആണ് അതിൻ്റെ NSE കോഡ്. അതിന് BSc നമ്പർ 542851. സോളാർ പാനലിന് പുറമെ വൈദ്യുത വാഹനങ്ങളുടെ നിർമ്മാണവും അവ വാടകയ്ക്ക് നൽകുന്ന ബിസിനസ്സും ഭാവിയുടെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിലേക്കും ഈ ചെറിയ കമ്പനി അതിൻ്റെ പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. നിലവിൽ ജെൻസോൾ എഞ്ചിനീയറിൻ്റെ വരുമാനം 83% കിട്ടുന്നത് സോളാർ ബിസിനസ്സിൽ നിന്നാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം ഒരുക്കുന്ന മേഖലയിലേക്കും കൂടി കമ്പനിയുടെ സാന്നിധ്യമുള്ളത് അവിടെ വരുമാനം ഇനിയും കൂടാനുള്ള അനുകൂല ഘടകങ്ങളാണ്. 12 വർഷങ്ങളിലായി 31,000 കോടിയുടെ വരുമാനം നേടിത്തരാവുന്നതും പ്രവർത്തന ലാഭമാർജം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതുമായ 2 പദ്ധതികൾ ഈ വിഭാഗത്തിൽ നിന്നും ഈ കമ്പനി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വൈദ്യുത വാഹന ഗ്രീൻ ഹൈഡ്രജൻ വിഭാഗത്തിലേക്ക് കൂടി നിക്ഷേപം വർദ്ധിക്കുന്നതും നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഏകദേശം 3,000 കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം. നമ്മുടെ അടുത്ത കമ്പനി നോക്കിക്കഴിഞ്ഞാൽ KPA ഗ്രീൻ എനർജി. സ്വതന്ത്ര ഊർജ ഉൽപാദകർ എന്ന നിലയിൽ സൗരോർജം, കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി പദ്ധതികളുടെ നിർമ്മാണം, വികസനം, പരിപാലനം തുടങ്ങിയ സേവനങ്ങളിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന പ്രമുഖ കമ്പനിയാണ് KPA ഗ്രീൻ എനർജി ലിമിറ്റഡ്. അതായത് BSc കോഡ് 542323. NSE കോഡ് KPA ഗ്രീൻ എന്നാണ്. 2008 ഈ കമ്പനി തുടങ്ങിയത്. സോളാരിസം എന്ന ബ്രാൻഡിലാണ് കമ്പനി അറിയപ്പെടുന്നത്. ഗുജറാത്തിന് പുറമെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കൂടി KPA ഗ്രീൻ എനർജിയുടെ പ്രവർത്തനം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ 171 മെഗാവാട്ട് സോളാർ വിഭാഗത്തിലെ ഇതിൻ്റെ ശേഷി. കമ്പനിയുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ 2030 ആവുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ 10 ഗിഗാവാട്ടായിട്ട് അതിൻ്റെ ശേഷി ഉയർത്തണമെന്നാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ കമ്പനിയുടെ വിപണി മൂല്യം എന്ന് പറഞ്ഞാൽ 10,700 കോടിയാണ് വിപണി മൂല്യം. അപ്പോൾ ഈ 3 കമ്പനികളാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഈ 3 കമ്പനികളിൽ നിങ്ങൾ പരമാവധി ഇതിൻ്റെ ടെക്നിക്കലും ഫണ്ടമെൻ്റൽ കാര്യങ്ങളെല്ലാതും കൂടി പഠിച്ചിട്ട് ശരിയായ ഒരു തീരുമാനത്തിൽ എത്തുക. അപ്പോൾ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് മുതൽ കൂട്ടാൻ പറ്റിയ ഓഹരിയാണോ ഇതെന്നുള്ളത് എല്ലാവരും പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ട് സ്വയം ഒരു നിഗമനത്തിലെത്തിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.